ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് നവനാഗ സ്തോത്രത്തെക്കുറിച്ചാണ്. നവം എന്നാൽ 9. 9 നാഗങ്ങളുടെ പേര് ജപിക്കുന്ന സ്തുതിയാണ് ഇത്. 9 നാഗങ്ങളും ശ്രേഷ്ഠരായ നാഗങ്ങളാണ്. അവരുടെ പേര് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നവനാഗ സ്തോത്രം എന്ന പേര് ഇതിന് കിട്ടിയത്. ഇതിൽ പ്രധാനമായും 4 ശ്ലോകങ്ങളാണ് ഉള്ളത്. ചില പാഠങ്ങളിൽ ഒരു ശ്ലോകം കുറവാണ്. എന്നിരുന്നാലും ഭൂരിഭാഗം പാഠങ്ങളിലും 4 ശ്ലോകങ്ങൾ കാണാനുണ്ട്. അതിലെ ആദ്യത്തെ ശ്ലോകമാണ് പ്രധാന ശ്ലോകം. വാസ്തവത്തിൽ സ്തോത്രം എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ശ്ലോകത്തെ തന്നെയാണ്. കാരണം അവിടെ 9 പേരുകളും എടുത്തു പറഞ്ഞിരിക്കുന്നു. നമ്മൾ ജപിക്കേണ്ട 9 പേരുകളും അവിടെയുണ്ട്. അപ്പം അതുകൊണ്ട് സ്തോത്രത്തിൻ്റെ മൂലഭാഗം അത് തന്നെയാണ്, പ്രധാന ഭാഗം അത് തന്നെയാണ്. അത് കഴിഞ്ഞു വരുന്ന 2, 3, 4 ശ്ലോകങ്ങൾ ഫലശ്രുതിയാണ്. ഈ നാമങ്ങൾ നമ്മൾ പ്രത്യേക സമയങ്ങളിൽ പ്രത്യേക രീതിയിൽ ജപിച്ചാൽ എന്തെല്ലാം ഫലമുണ്ടാകും എന്ന് പറയുകയാണ് അവിടെ. ജാതകത്തിൽ സർപ്പദോഷമുള്ള ആൾക്കാർ അവശ്യം ജപിച്ചിരിക്കേണ്ട ഒരു സ്തോത്രമാണ് ഇത്. അവർ ഈ 9 പേരുകളും ദിവസവും ജപിച്ചാൽ, സ്മരിച്ചാൽ അവരുടെ സർപ്പദോഷങ്ങളെല്ലാം അകലും, അതുറപ്പാണ്. അത്രയും സവിശേഷതയുള്ള ഒരു സ്തോത്രമാണ്, വളരെ ശക്തിയുള്ള സ്തോത്രമാണ്. ആ ഒരു ബോധത്തോടു കൂടി ഇത് ശ്രവിക്കുക, ജപിക്കാൻ ശ്രമിക്കുക. നമുക്ക് സ്തോത്രത്തിലേക്ക് പ്രവേശിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ നവനാഗസ്തോത്രം. അനന്തം വാസുകിം ശേഷം പത്മനാഭം ച കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാലിയം തഥാ. ഇതാണ് ആദ്യത്തെ ശ്ലോകം. സ്തോത്രത്തിൻ്റെ പ്രധാന ഭാഗം ഇവിടെ തന്നെ പൂർണ്ണമായി. 9 നാമങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9 നാഗങ്ങളുടെ നാമങ്ങളും. നമുക്ക് ആ നാമങ്ങളൊന്ന് നോക്കാം. അനന്തം, വാസുകിം, ശേഷം, പത്മനാഭം, കമ്പലം, ശംഖപാലം, ധൃതരാഷ്ട്രം, തക്ഷകം, കാലിയം. ഇവിടെ കാലിയം എന്നുള്ളത് ചില പാഠങ്ങളിൽ ലാ ആയിട്ടും കാണുന്നു, കാളിയം എന്നും കാണുന്നുണ്ട്. ലായും ലായും മാറി ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഈ പാഠത്തിൽ ലകാരമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ 9 പേരുകളെ ഇവിടെ പറഞ്ഞു. ഈ 9 പേരുകളും നമ്മൾ ദിവസവും ജപിക്കണം. സർപ്പദോഷമുള്ള ആൾക്കാർ ഇത് ജപിച്ചാൽ അവരുടെ സർപ്പദോഷം ഉറപ്പായും മാറും. അപ്പോൾ സർപ്പദോഷമുള്ളവർ മാത്രം ജപിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അല്ല, എല്ലാവരും ജപിക്കണം. സർപ്പദോഷമില്ലാത്തവർ ജപിച്ചാൽ അവർക്ക് എന്തൊക്കെ ഗുണമുണ്ടാകുമെന്നാണ് തുടർന്നുള്ള ഫലശ്രുതിയിൽ പറയുന്നത്. പക്ഷെ സർപ്പദോഷമുള്ളവർ, ജാതകത്തിൽ സർപ്പദോഷമുള്ളവർ ജപിച്ചാൽ അവർക്ക് ആ ദോഷം നീങ്ങിക്കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അതിവിടെ എടുത്തു പറയുന്നില്ല. ബാക്കിയുള്ള ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് എന്തൊക്കെ ഗുണമുണ്ടാവും എന്നിവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആ ആദ്യത്തെ ശ്ലോകം ഒന്നും കൂടി ജപിക്കാം. 9 പേരുകളും ഇതിലുണ്ട്, ശ്രദ്ധയോട് കേൾക്കുക. അനന്തം വാസുകിം ശേഷം പത്മനാഭം ച കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാലിയം തഥാ. ഇനി ഫലശ്രുതി ഭാഗമാണ്. ഇപ്പോൾ 2, 3, 4 ഒരുമിച്ച് വായിച്ച് അതിൻ്റെ അർത്ഥത്തെ നമുക്കൊന്ന് ജപിക്കാം. ഇത് ജപിച്ചാൽ എന്തൊക്കെ ഗുണമുണ്ടെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഏതാനി നവനാമാനി നാഗാനാം ച മഹാത്മനാം സായംകാലേ പഠേ നിത്യം പ്രാതഃ കാലേ വിശേഷതഃ സന്താനം പ്രാപ്യത്തെ നൂനം സന്താനസ്യ ച രക്ഷകാം സർവബാധാ വിനിർമുക്തഃ സർവത്ര വിജയീ ഭവേത് സർപ്പദർശനകാലേ വാ പൂജാകാലേ ച യഃ പഠേത് തസ്യ വിഷഭയം നാസ്തി സർവത്ര വിജയീ ഭവേത്. ഇതാണ് ഫലശ്രുതി. ഇവിടെ പറയുകയാണ് ഏതാനി നവ നാമാനി, ഈ 9 നാമങ്ങളെ. ആരുടെ നാമങ്ങളാണിത്? നാഗാനാം ച മഹാത്മനാം, മഹാത്മാക്കളായ നാഗങ്ങളുടെ. അപ്പോൾ മഹാത്മാക്കളായ 9 നാഗങ്ങളുടെ ഈ 9 നാമങ്ങളെ. അപ്പൊ നാഗങ്ങൾ വളരെയധികം ശ്രേഷ്ഠരായവരാണ്. ആ ശ്രേഷ്ഠരായ 9 പേരുടെ നാമങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ നാമങ്ങളെ, ഈ 9 നാമങ്ങളെ സായംകാലേ പഠേ നിത്യം പ്രാതഃ കാലേ വിശേഷതഃ. ഇത് നിത്യം പഠിക്കേണ്ടതാണ്. ആ നിത്യം ദിവസവും പഠിക്കേണ്ടതാണെങ്കിലും അതിൽ വിശേഷപ്പെട്ട 2 സമയങ്ങളെ എടുത്തു പറയുന്നു. ആ 2 സമയങ്ങളിൽ പഠിച്ചാൽ ഇത് കൂടുതൽ നല്ലതാണ്. അപ്പോൾ ദിവസവും സാധിക്കുമ്പോൾ പഠിക്കുക എന്ന സാമാന്യാർത്ഥവും അതിൽ വിശേഷപ്പെട്ട 2 സമയങ്ങൾ എടുത്തു പറയുകയും ചെയ്യുന്നതാണ് വിശേഷതഃ. ഏതൊക്കെയാണ് ആ 2 സമയം? സായംകാലേ പ്രാതഃ കാലേ, പ്രഭാതത്തിലും സന്ധ്യാസമയത്തും. സായങ്കാലം എന്ന് പറഞ്ഞാൽ സന്ധ്യ,
അതുപോലെ പ്രാതകാലേ എന്ന് പറഞ്ഞാൽ പ്രഭാതം. ആ 2 നേരത്തിനും സവിശേഷത കൂടും. ആ നേരത്തിൽ പരമാവധി ജപിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ദിവസത്തിൽ എപ്പോഴെങ്കിലും ജപിക്കുക. പക്ഷെ വിശേഷം കൂടുതൽ ഈ 2 സമയങ്ങൾക്കാണ്, 2 സന്ധ്യകൾ, ഒന്ന് പ്രഭാത സന്ധ്യയും ഒന്ന് സായം സന്ധ്യയും. അപ്പൊ അവിടെ ഇത് ദിവസവും ജപിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ജപിക്കുകയാണെങ്കിൽ എന്താണ് ഗുണമെന്ന് തുടർന്ന് പറയുന്നു. സന്താനം പ്രാപ്യത്തെ നൂനം. നാഗങ്ങളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ വംശാഭിവൃദ്ധിയാണ് പ്രധാന ഗുണം. അപ്പോൾ നാഗങ്ങളെ നമ്മൾ ഇവിടെ ഈ 9 പേരുകളും പറഞ്ഞ് സ്തുതിക്കുകയാണെങ്കിൽ കുട്ടികൾ ഇല്ലാത്ത ദമ്പതികൾക്ക് കുട്ടികളെ ലഭിക്കും. സന്താനം പ്രാപ്യതേ നൂനം, ഉറപ്പായും കുട്ടികളെ അവർക്ക് ലഭിക്കും. അതായത് അവരുടെ വംശത്തിന് അഭിവൃദ്ധി ഉണ്ടാകും, വളർച്ചയുണ്ടാകും. അങ്ങനെ കുട്ടികളെ നൽകുക മാത്രമല്ല, സന്താനസ്യ ച രക്ഷക, ഉള്ള കുട്ടികൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യും. കുട്ടികൾ ഇല്ലാത്തവർ പ്രാർത്ഥിക്കുമ്പോൾ, ഈ സ്തോത്രം ജപിക്കുമ്പോൾ അത് ഈ ഭാവത്തിൽ പ്രാർത്ഥിക്കണം. അവർ വംശത്തിന്റെ അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്നു എന്ന ഭാവത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് സന്താനം ലഭിക്കും, നല്ല കുട്ടികൾ അവർക്ക് ലഭിക്കും. അവർക്ക് കുട്ടികൾ ഓൾറെഡി ഉണ്ടെങ്കിൽ അവർ ആ കുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്ന ഭാവത്തിൽ ജപിക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് രക്ഷയും ലഭിക്കും. ഇനി നാഗങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചിട്ടുള്ള കുട്ടികൾക്ക് നാഗങ്ങളുടെ സംരക്ഷണവും ഉണ്ടാകും എന്ന അർത്ഥത്തിലും വായിക്കാം. അപ്പൊ കുട്ടികൾ ഉള്ളവർക്ക് കുട്ടികളുടെ സംരക്ഷണവും, കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികൾ നൽകി ആ കുട്ടികളുടെ സംരക്ഷണവും ഇത് ജപിച്ചാൽ ലഭിക്കുന്നതാണ്. അതാണ് സന്താനം പ്രാപ്യതേ നൂനം സന്താനസ്യ ച രക്ഷക സർവബാധാ വിനിർമുക്ത സർവത്ര വിജയീ ഭവേ. ഇങ്ങനെ പ്രത്യേകമായ ലക്ഷ്യമില്ലാതെ ജപിക്കുകയാണെങ്കിൽ, ഇപ്പൊ കുട്ടികൾ വേണമെന്നോ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയെന്നോ പറഞ്ഞ് ജപിക്കുക, ആ ഭാവത്തിൽ ജപിക്കുകയാണെങ്കിൽ അത് ഫലമായി കിട്ടും. അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമില്ലാതെ നാഗങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടി ജപിക്കുകയാണെങ്കിൽ സർവബാധാ വിനിർമുക്ത സർവത്ര വിജയീ ഭവേ എന്നെടുത്തു പറയുന്നു. അപ്പോൾ പുത്രലബ്ധിക്ക് വേണ്ടിയോ പുത്രിലബ്ധിക്ക് വേണ്ടിയോ ഒന്നുമല്ലാതെ നാഗങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടി ഭക്തിയോടുകൂടി ജപിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള എല്ലാ ബാധകളിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കും. സൂക്ഷ്മമായ പലതും അവരെ ബാധിക്കുന്നുണ്ട്, അത് അവരെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. അതിനെ മുഴുവൻ നാഗങ്ങളുടെ അനുഗ്രഹം കൊണ്ട് അവർക്ക് തരണം ചെയ്യാൻ സാധിക്കും. അതെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്നും മാറിക്കിട്ടും. അപ്പോൾ ജാതകത്തിലുള്ള ആ സർപ്പദോഷവും നമുക്കിവിടെ എടുക്കാം. ആ ദോഷത്തിന്റെ ബാധയും മാറിക്കിട്ടും. അതല്ലാതെ മറ്റുള്ള എല്ലാ ബാധകളും, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ബാധിക്കുന്ന എന്തെന്ത് സൂക്ഷ്മമായ കാര്യങ്ങളുണ്ടോ അതിനെ മുഴുവൻ നീക്കാനുള്ള ശക്തി ഈ 9 നാഗങ്ങളുടെയും നാമങ്ങൾക്കുണ്ട്. അപ്പൊ അവരെ സ്മരിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹം, അവരുടെ സംരക്ഷണം ലഭിച്ചാൽ സർവബാധാ വിനിർമുക്ത, എല്ലാ ബാധകളിൽ നിന്നും അവർ മുക്തരാവും. അങ്ങനെ ജപിക്കുന്ന ആൾക്കാർ മാത്രവുമല്ല സർവത്ര വിജയീ ഭവേ, അവരെന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതിലവർക്ക് ജയം ഉറപ്പാണ്, അവരതിൽ വിജയിക്കും. അപ്പോൾ ജീവിതത്തിൽ നല്ല ഉയർച്ച ലഭിക്കാനും ഈ നാഗങ്ങളുടെ അനുഗ്രഹം സഹായിക്കും. അപ്പോൾ കുട്ടികൾ വേണം എന്ന ഭാവത്തോടുകൂടി ജപിക്കുന്ന ആൾക്കാർക്ക് കുട്ടികൾ ലഭിക്കും, അവരുടെ കുട്ടികൾക്ക് സംരക്ഷണവും ഉണ്ടാവും. ഉള്ള കുട്ടികളെ സംരക്ഷിക്കണമെന്ന ഭാവത്തിൽ ജപിച്ചാൽ ആ സംരക്ഷണം ലഭിക്കും. പ്രത്യേകിച്ച് അങ്ങനത്തെ ഭാവമൊന്നുമില്ലാതെ ജാതകത്തിലുള്ള ദോഷം അകറ്റണം എന്ന ഭാവത്തിൽ ജപിച്ചാൽ ആ ദോഷം മാറിക്കിട്ടും. അതല്ലാതെ നമുക്കറിയാൻ പറ്റാത്ത ബാധകൾ എന്തെങ്കിലും നമ്മെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ശക്തികളെ മുഴുവൻ അവിടുന്ന് നീക്കം ചെയ്ത് നമുക്ക് രക്ഷ നൽകാനും ഈ നാമങ്ങൾ ഉപകരിക്കും. അതോടൊപ്പം തന്നെ അപ്പം നമ്മുടെ ബാധകളെല്ലാം നീങ്ങിയാൽ സ്വാഭാവികമായും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മൾ നന്നായി പ്രവർത്തിച്ചിട്ടും ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാതെ പോവാറുണ്ട്. അതിനുള്ള കാരണങ്ങൾ പല സൂക്ഷ്മമായ ബാധകളുമായിരിക്കാം. അതിനെയെല്ലാം നീക്കാൻ ഈ നാമങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് സ്വാഭാവികമായും പിന്നീട് വിജയം ഉറപ്പാണ്. അപ്പൊ ജീവിതത്തിൽ സർവത്ര എല്ലായിടത്തും വിജയീ ഭവേത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അതിൽ വിജയിക്കും. അതിൻ്റെ ശക്തി ഈ നാമം അവർക്ക് പ്രദാനം ചെയ്യും. ആ വിജയം നേടാനുള്ള കരുത്ത് ഈ നാമങ്ങൾ അവർക്ക് പ്രദാനം ചെയ്യും. അതാണ് സന്താനം പ്രാപ്യതേ നൂനം സന്താനസ്യ ച രക്ഷക സർവബാധാ വിനിർമുക്ത സർവത്ര വിജയീ ഭവേ. ഇത് നിത്യം ജപിക്കേണ്ടതാണ്. അതിൽ വിശേഷിച്ചും 2 സമയങ്ങൾ എടുത്തു പറഞ്ഞു, പ്രാതകാലവും സായങ്കാലവും. അവിടെ ഭാവത്തിനനുസരിച്ചിട്ടുള്ള ഫലം ലഭിക്കുമെന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞ് മറ്റ് 2 അവസരങ്ങളെ കൂടി പറയുകയാണ്. ഇപ്പൊ ദിവസവും ജപിക്കുന്നതിന് പുറമെ പ്രത്യേക 2 അവസരങ്ങളെ എടുത്തു പറയുകയാണ്. സർപ്പദർശന കാലേ വാ പൂജാകാലേ ച യഃ പഠേത്. സർപ്പദർശന കാലേ, സർപ്പത്തെ കാണുന്ന സമയത്ത്,
അപ്രതീക്ഷിതമായി സർപ്പം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഭയമുണ്ടാവാം. ആ സമയത്ത് നമ്മൾ ഈ 9 നാമങ്ങളെയും ജപിക്കണം. അതുപോലെ പൂജാകാലേ, പൂജ ചെയ്യുന്ന സർപ്പപൂജ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 9 നാമങ്ങളെയും സ്മരിക്കണം. ഇവിടെ പൂജാകാലേ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ സർപ്പത്തിന്റെ പൂജ എന്ന് നമുക്ക് അർത്ഥമെടുക്കാം, അതല്ലെങ്കിൽ സാധാരണ പൂജ ചെയ്യുന്ന സമയത്തും സ്മരിക്കാമെന്ന് അർത്ഥമെടുക്കാം. പക്ഷെ വിശേഷിച്ചും സർപ്പപൂജ നടത്തുന്ന സമയത്ത് നമ്മൾ ഈ 9 നാമങ്ങളെയും ചൊല്ലണം. അതുപോലെ സർപ്പത്തെ കാണുന്ന സമയത്ത്, സർപ്പദർശനം ഉണ്ടാകുന്ന സമയത്തും നമ്മൾ ഈ 9 നാമങ്ങളെയും ജപിക്കണം. അങ്ങനെ ജപിക്കുകയാണെങ്കിൽ സർപ്പദർശന കാലേ വാ പൂജാകാലേ ച യഃ പഠേത് തസ്യ അവന് വിഷഭയം നാസ്തി. അവന് വിഷഭയം ഒരല്പം പോലും ഉണ്ടാവുകയില്ല. ഇവിടെ ചില പാഠങ്ങളിൽ ഭേദമുണ്ട്. വിഷശബ്ദത്തിന് പകരം സർപ്പശബ്ദമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തസ്യ സർപ്പഭയം നാസ്തി എന്നും പാഠഭേദമുണ്ട്. രണ്ടാണെങ്കിലും അർത്ഥം ഒന്നാണ്. സർപ്പത്തിൽ നിന്നുള്ള ഭയം എന്ന് പറഞ്ഞാൽ സർപ്പവിഷത്തിൽ നിന്നുമുള്ള ഭയം തന്നെയാണ്. അപ്പോൾ വിഷത്തിൽ നിന്നുള്ള ഭയം പിന്നെ അവനുണ്ടാവുകയില്ല. സർപ്പത്തെ കാണുന്ന സമയത്ത് നമ്മൾ ഭയപ്പെടും. അത് നമ്മളെ കൊത്തുമോ, നമുക്ക് വല്ല വിഷബാധയും ഏൽക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടും. ആ ഭയപ്പെടുന്ന സമയത്ത് ആ ഭയത്തെ അകറ്റാനായിട്ട് നമ്മൾ ഈ 9 നാമങ്ങളെയും ചൊല്ലിയാൽ മതി. ചൊല്ലിക്കഴിഞ്ഞാൽ ആ സർപ്പത്തിൻ്റെ വിഷഭയം നമുക്ക് നീങ്ങിക്കിട്ടും. കാരണം പിന്നീട് ആ സർപ്പം നമ്മെ ഉപദ്രവിക്കുകയില്ല. കാരണം ഈ നാമത്തിൻ്റെ ശക്തി അത്രയും അധികമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ സർപ്പദർശന കാലത്തും പൂജാകാലത്തും ഇതിനെ പഠിക്കുന്നവന് വിഷഭയം, സർപ്പഭയം ഉണ്ടാവുകയില്ല. അപ്പം സർപ്പപൂജയൊക്കെ നടത്തുന്നവർ അവർ ആ സമയത്ത് ഈ നാമങ്ങൾ ജപിച്ചുകൊണ്ട് പൂജ നടത്തിയാൽ പിന്നീട് ഒരിക്കലും അവർക്ക് സർപ്പഭയം ഉണ്ടാവുകയില്ല, വിഷഭയവും ഉണ്ടാവുകയില്ല. ആ രക്ഷ നാഗങ്ങൾ അവർക്ക് നൽകും. സർവത്ര വിജയീ ഭവേ, നേരത്തെ പറഞ്ഞത് തന്നെ, അവരെല്ലായിടത്തും വിജയിയായിട്ട് ഭവിക്കും. അതായത് നാഗങ്ങളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ തന്നെ വിജയം ഉറപ്പാണ്. അപ്പോൾ വിജയം കിട്ടുക എന്നുള്ളത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. അതിനാവശ്യമുള്ള അനുഗ്രഹം എന്തൊക്കെയാണോ അത് നാഗങ്ങൾ സ്വാഭാവികമായിട്ടും തന്നെത്താൻ നൽകും. അതുകൊണ്ട് സർവത്ര വിജയീ ഭവേ. ഇതായിരുന്നു ഫലശ്രുതി ഭാഗം. ഒന്നും കൂടി വായിക്കാം. ഏതാനി നവനാമാനി നാഗാനാം ച മഹാത്മനാം സായങ്കാലേ പഠേ നിത്യം പ്രാതഃകാലേ വിശേഷതഃ സന്താനം പ്രാപ്യത്തെ നൂനം സന്താനസ്യ ച രക്ഷക സർവബാധാ വിനിർമുക്തഃ സർവത്ര വിജയീ ഭവേത് സർപ്പദർശനകാലേ വാ പൂജാകാലേ ച യഃ പഠേത് തസ്യ വിഷഭയം നാസ്തി സർവത്ര വിജയീ ഭവേത്. ഇനി ഒരു മന്ത്രം കൂടി പറഞ്ഞുകൊണ്ടാണ് ഇത് ഉപസംഹരിക്കുന്നത്. ആ മന്ത്രം ഒന്ന് വായിക്കാം. ഓം നാഗരാജായ നമഃ പ്രാർത്ഥയാമി നമസ്കരോമി. ഓം പ്രണവം എപ്പോഴും പരിശുദ്ധമാക്കാനുള്ള ബീജമന്ത്രമാണത്. അപ്പോൾ അതാദ്യം ജപിച്ചു. നാഗരാജായ നമഃ, നാഗരാജാവിനായിക്കൊണ്ട് നമസ്കാരം അർപ്പിക്കുന്നു. നാഗങ്ങളുടെ മുഴുവൻ രാജാവായിരിക്കുന്ന ആ നാഗരാജന് ഞാൻ എൻ്റെ നമസ്കാരം അർപ്പിക്കുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം രാജാവായിരിക്കുന്ന ആ ഭാവം, ഈ 9 നാഗങ്ങളുടെയും രാജാവെന്നോ ഈ 9 നാഗരാജാക്കന്മാരെന്നോ നമുക്ക് അർത്ഥമെടുക്കാം. കാരണം എല്ലാവരും ഒന്നാണെന്നുള്ള ഭാവത്തിലാണെങ്കിൽ, അവർ പല രൂപം സ്വീകരിച്ചതാണെന്നുള്ള ഭാവത്തിലാണെങ്കിൽ നാഗരാജാവെന്ന് ഒറ്റ പദമായി എടുക്കാം. അതല്ലെങ്കിൽ ഈ നാഗങ്ങളുടെ മുഴുവൻ രാജാവായിരിക്കുന്ന ആ ഈശ്വരൻ. അപ്പോൾ നാഗരാജായ നമഃ, നമസ്കാരം ഭവിക്കട്ടെ. പ്രാർത്ഥയാമി, ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രകർഷേന അർത്ഥിക്കുക എന്നാണ്. അപ്പം എന്താണോ വേണ്ടത് അത് വിശേഷപ്പെട്ട് ചോദിക്കുന്നു എന്നർത്ഥം അവിടെ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സന്താനം വേണമെന്നോ സന്താന രക്ഷ വേണമെന്നോ വിജയം വേണമെന്നോ സർവബാധ പ്രശമനമെന്നോ എന്തൊക്കെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിവിടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നും അർത്ഥമെടുക്കാം. കാരണം പ്രാർത്ഥയാമി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അനുഗ്രഹത്തിന് വേണ്ടി എന്ന് നമുക്കവിടെ അർത്ഥം കൂട്ടി വായിക്കാം. അപ്പോൾ ഓം നാഗരാജായ നമഃ പ്രാർത്ഥയാമി നമസ്കരോമി, അവർക്ക് ഞാൻ നമസ്കാരം അർപ്പിക്കുന്നു. നമസ്കാരം വീണ്ടും അർപ്പിക്കുന്നു എന്ന് പറയുകയാണ്. ആ ഭക്തിയെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാ പാഠങ്ങളിലും കാണുന്നില്ല. ചില പാഠങ്ങളിൽ ഫലശ്രുതിക്ക് ശേഷം ഈ ഒരു നാമം, ഈ ഒരു മന്ത്രം കാണുന്നുണ്ട്. അപ്പോൾ ഓം നാഗരാജായ നമഃ പ്രാർത്ഥയാമി നമസ്കരോമി ഇതി നവനാഗസ്തോത്രം സമ്പൂർണം. അങ്ങനെ ഈ 9 നാഗങ്ങളുടെ പേരടങ്ങിയിട്ടുള്ള സ്തോത്രം ഇവിടെ സമ്പൂർണമായി. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം ആദ്യത്തെ ശ്ലോകം തന്നെയാണ്. ആ 9 നാമങ്ങളെയുമാണ് നമ്മൾ ജപിക്കേണ്ടത്. അപ്പോൾ ആ ഭാഗമെങ്കിലും ദിവസവും ജപിക്കണം. സമയം അനുവദിക്കുന്നവർ, സാധിക്കുന്നവർ മുഴുവനായും ജപിക്കാം. അപ്പോൾ ഫലശ്രുതിയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കും. ഫലശ്രുതി എപ്പോഴും ഭാവത്തെ വർദ്ധിപ്പിക്കും. ഇത് ജപിച്ചാൽ ഇന്ന ഗുണമുണ്ടാവുമെന്നിവിടെ രേഖപ്പെടുത്തുന്നത് വെറുതെയല്ല.
അത് അനുഭവിച്ചിട്ടുള്ള ഋഷികളാണ് ഇത് നമുക്ക് നൽകുന്നത്. ഈ മന്ത്രങ്ങളൊക്കെ അവർ അതിൻ്റെ ഫലം മനസ്സിലാക്കിയിട്ടാണ് ലോകത്തിന് നൽകുന്നത്. അപ്പോൾ ജപിച്ചാൽ ഇന്ന ഫലം ഉണ്ടാവുമെന്ന് അവർ രേഖപ്പെടുത്തിയാൽ ആ ഫലങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പം ആ ഒരു ബോധത്തോടു കൂടി നമ്മളിത് ജപിക്കണം. അപ്പോൾ ഫലശ്രുതി ചൊല്ലുന്നതും നല്ലത് തന്നെയാണ്. അപ്പോൾ പൂർണ്ണമായി ജപിക്കാൻ പറ്റിയാൽ അങ്ങനെ, അതല്ലെങ്കിൽ ആദ്യത്തെ ആ ഭാഗമെങ്കിലും ശ്രദ്ധയോടുകൂടി ജപിക്കണം. അങ്ങനെ ജപിച്ച ആ നാഗങ്ങളെ മുഴുവൻ നമസ്കരിക്കണം. അപ്പോൾ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും, അനുഗ്രഹമുണ്ടാവും, ജീവിത വിജയം ഉറപ്പായും ലഭിക്കും. അതിനുള്ള ഭാഗ്യം ആ നാഗദേവങ്ങൾ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നവനാഗ സ്തോത്രത്തിൻ്റെ എളിയ വ്യാഖ്യാനം ആ നാഗരാജാവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഹരി ഓം.